ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മളുടെ PSC കുറച്ചധികം കർശന നടപടികളിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് അവർ അവിടെ ഒരു നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഏതൊരു നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോഴും PSCന്റെ തത്തുല്യ അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത അവകാശപ്പെട്ടിട്ട് നമുക്ക് അവിടെ അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടല്ലോ. അതായത് ഇക്വലൻസി വൈ ആം എലിജിബിൾ നോക്കി കഴിഞ്ഞാൽ ഇക്വലൻസി വെച്ചിട്ട് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പക്ഷെ അതിനുള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പലരും അതൊരു ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതായത് അയോഗ്യരായവരും, അതായത് ആ ഒരു തസ്തികയ്ക്ക് ചിലപ്പോൾ അവർക്ക് അപേക്ഷിക്കാനായി ആവുന്നുണ്ടാവില്ല, അയോഗ്യരായിരിക്കും. പക്ഷെ എന്താ, അല്ലെങ്കിൽ സമാന യോഗ്യതകൾ നേടിയിട്ടില്ലാത്തവരുമായ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്നതായും കൺഫർമേഷൻ നൽകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്രകാരം നിശ്ചിത യോഗ്യതയോ സമാന യോഗ്യതയോ ഇല്ലാതെ തത്തുല്യ ഉയർന്ന യോഗ്യത അവകാശപ്പെട്ടിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെതിരെ കമ്മീഷൻ കർശന നടപടി കൈക്കൊള്ളുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമുക്കിനിപ്പോ KW ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 എക്സാം ഉണ്ടല്ലേ, നവംബർ മാസം, സോറി, ഡിസംബർ മാസം. അപ്പൊ അതിലെന്താ, IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്നതാണ് മനസ്സിലാക്കിയത്. ഇത് രണ്ടോ മൂന്നോ കേസ് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവരുണ്ട്. ഇപ്പൊ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അതുകൂടാണ്ട് ഡിപ്ലോമ ഇലക്ട്രോണിക്സിലെ ക്വാളിഫിക്കേഷൻ ഉള്ളതിലേക്ക് എന്താ, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ബിടെക് ഇലക്ട്രോണിക്സ് ഉള്ളതിൽ ബിടെക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ക്വാളിഫിക്കേഷൻ ഉള്ളവർ ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉള്ളവർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പല രീതിയിലും എന്താ ഇക്വലൻസി വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊരു നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ അതിൽ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ആണ് അവിടെ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലുകാർക്ക് അത് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഇലക്ട്രോണിക്സ് മാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അതെന്ത് ഇതേപോലെ കുറെ ഇലക്ട്രിക്കലുകാർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ KW ട്രാൻസ്മൻ ഗ്രേഡ് 1 അതാരാ, ഇലക്ട്രിക്കലുകാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അത് കുറെ പേര് ഇലക്ട്രോണിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ അപേക്ഷിക്കാൻ വേണ്ടി പറ്റാത്തത് ഇക്വലൻസി വെച്ചിട്ട് എന്താ ദുരുപയോഗം ചെയ്തിട്ട് പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇനി വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിശ്ചിത യോഗ്യതയോ സമാന യോഗ്യതയോ ഇല്ലാത്ത തത്തുല്യ അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെതിരെ കമ്മീഷൻ കർശന നടപടി കൈക്കൊള്ളുകയാണെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. PSCയുടെ വെബ്സൈറ്റിൽ തന്നെയുള്ള ഒരു നോട്ടീസാണ്. അപ്പോൾ നിങ്ങൾ ഇനി തൊട്ട് എന്താ ഇക്വലൻസി വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ഭാവിയിൽ എന്താ നിങ്ങൾക്കൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. ചെറിയ ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.